ഇനി ആരെയും കാണിക്കേണ്ട. ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് വന്ന് ഒന്നുകൂടെ നോക്കാം. ഇല്ലെങ്കിൽ ഇത് വിധിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതിക്കോളാം, മേഘ പറഞ്ഞു. മേഘ മൈഥിലിയെ ഒന്ന് നോക്കി. എനിക്ക് വേണ്ടി രണ്ടാളും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാം. എന്നെ ഓർത്ത് ഇനി രണ്ടാളും വിഷമിക്കേണ്ട. അച്ഛൻ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നാളെ തന്നെ ഞാൻ ജോലിസ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഡോക്ടറിനെ പോയി കണ്ടോളാം. ഓരോ കാര്യങ്ങൾ കാരണം എൻ്റെ ലീവ് നീണ്ടു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഓഫീസിൽ ചെന്നതിന് ശേഷം വേണം ട്രാൻസ്ഫറിൻ്റെ കാര്യം ആലോചിക്കാൻ. ചേച്ചി, ഈ അവസ്ഥയിൽ നീ ഒറ്റയ്ക്ക് പോയി നിൽക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തേലും ആവശ്യം വന്നാൽ കൂടെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ചേച്ചി ബുദ്ധിമുട്ടും. മൈഥിലി മേഘയെ നോക്കി. മേഘ ഒന്ന് ചിരിച്ചു. ഇല്ല മോളെ, എനിക്ക് ഒരു കുഴപ്പമില്ല. നീയും ശിവേട്ടനും വെറുതെ എൻ്റെ കാര്യോർത്ത് വേവലാതിപ്പെട്ട് നിങ്ങളുടെ നല്ല നിമിഷങ്ങൾ കളയണ്ട. ഞാൻ എന്തായാലും നാളെ തന്നെ പോകും. മേഘ ഒന്ന് നിർത്തി. ശേഷം ശിവയുടെ അടുക്കളയ്ക്ക് പോയി. മാപ്പ് എല്ലാത്തിനും. ഈ മനസ്സ് ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു എന്നറിയാം. അതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ ഈ അനുഭവിക്കുന്നത് എന്നും എനിക്കറിയാം. ഇത്രയും വെറുപ്പ് കാണിച്ചിട്ടും അതൊന്നും മനസ്സിൽ വയ്ക്കാതെ എനിക്കൊരു വിഷമം വന്നപ്പോൾ കൂടെ നിന്നല്ലോ, നിറഞ്ഞ കണ്ണുകളോടെ മേഘ പറഞ്ഞു. ഭാഗ്യമുള്ള കുട്ടിയാണ് മൈഥിലി, എല്ലാം കൊണ്ടും. മേഘ രണ്ടുപേരെയും ഒന്നുകൂടി നോക്കിയിട്ട് അവിടെ നിന്നും പോയി. മൈഥിലി ശിവയെ നോക്കി. താൻ എന്തിനാണ് പേടിക്കുന്നത്? മേഘ കൊച്ചു കുട്ടിയൊന്നുമല്ല. അയാളുടെ കാര്യം അയാൾ നോക്കട്ടെ. മേഘയ്ക്ക് എന്ത് സഹായം വേണ്ടി വന്നാലും ഒരു വെളിപ്പാടകളെ നമ്മൾ ഉണ്ടാകും. മൈഥിലി ഒന്ന് തലയാട്ടി. മോളെ, അവളിത് എന്തുദ്ദേശിച്ചാണ് എവിടെയൊന്നും എല്ലാം കെട്ടിപ്പെറുക്കി പോയത്? അവൾ ജോലിസ്ഥലത്തേക്കാണോ അതോ അന്ന് ഇറങ്ങിപ്പോയ ചെക്കൻ്റെ കൂടെ തന്നെയാണോ പോയത്? സുഭദ്ര മൈഥിലിയോട് മേഘ വീട്ടിൽ പോയതിനു ശേഷം അടക്കി പിടിച്ച് ചോദിച്ചു. അമ്മയോട് ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും അമ്മയ്ക്ക് മനസ്സിലായില്ലേ? മേഘ ചേച്ചി ചതിക്കപ്പെട്ടതാണ്. എന്തായാലും ഈശ്വരാധീനം കൊണ്ടോ എന്തോ അങ്ങനെ പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ആ കുഞ്ഞിന് വളർച്ചയില്ലെന്ന് കേട്ടപ്പോൾ മനസ്സിൽ പുകഞ്ഞു മറിഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾക്ക് താൽക്കാലിക മറുപടിയായി. ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായ തിക്തമായ അനുഭവങ്ങളിൽ കൂടി ചേച്ചി യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ശക്തമായി ഇനി ജീവിക്കൂ അമ്മേ. മൈഥിലി സുഭദ്രയുടെ കൈകളിൽ പിടിച്ചു. എന്നാലും നിങ്ങളീ പറയുന്നതും കാണിച്ചു കൂട്ടുന്നതും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒക്കെ ഓർക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നു. നിങ്ങളുടെ അച്ഛനോട് പറയാത്ത കാര്യങ്ങൾ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ കുറച്ച് ദിവസങ്ങളായി നെഞ്ചിൽ നെരിപ്പോടും പേറി നടക്കുന്നു. അമ്മേ, ഇതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാനാകില്ല. സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ചേച്ചി തന്നെ എടുത്ത് തീരുമാനമല്ലേ ഇത്. അപ്പോൾ ആ വഴിക്ക് പോകട്ടെ. ചേച്ചിയുടെ കല്യാണം എന്ന് പറഞ്ഞ് കോളേജിൽ നിന്ന് വന്ന ഞാൻ ഇപ്പോൾ ഇവിടെ പോസ്റ്റായിട്ട് 2 ആഴ്ചയായി. നാളെ വൈകിട്ട് ഞാനും പോകും, മൈഥിലി സുഭദ്രയോട് പറഞ്ഞു. സുഭദ്രയുടെ മുഖത്തേക്ക് മൈഥിലി നോക്കി. അമ്മ വിഷമിക്കാതെ. ചേച്ചി ഒരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട്. ബാംഗ്ലൂരുള്ള അവരുടെ ബ്രാഞ്ചിലേക്ക് കിട്ടിയാൽ ഞങ്ങൾ ഒരു വീടോ ഫ്ലാറ്റോ വല്ലതും വാടകയ്ക്ക് എടുത്ത് അവിടെ കൂടിക്കോളാം അമ്മേ. മൈഥിലി സുഭദ്രയെ ആശ്വസിപ്പിച്ചു. അമ്മേ, പോകുന്നതിന് മുമ്പ് ശ്യാമളാപ്പച്ചിയെ ഒന്ന് കാണണം. ഇനി 6 മാസം കഴിഞ്ഞേ ഒരു വരവുള്ളൂ. സുഭദ്ര ഒന്ന് മൂളി. അപ്പച്ചി, മൈഥിലി നീട്ടി വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി. മിലിമോളെ, ഇവിടേക്ക് പോര്, അടുക്കളയിൽ നിന്ന് ശ്യാമള വിളിച്ചു പറഞ്ഞു. മൈഥിലി അടുക്കളയിലേക്ക് എത്തിയതും ശിവയും ശ്യാമളയും കൂടി അവലോസുണ്ട ഉരുളാക്കുന്നതാണ് കണ്ടത്. ഇതാർക്കാണ് അപ്പച്ചി കാര്യമായിട്ട് പലഹാരം ഉണ്ടാക്കുന്നത്? മിലി ഒരു അവലോസുണ്ട എടുത്ത് രുചിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. നിനക്കല്ലാതെ വേറെ ആർക്കാ പെണ്ണെ? എന്നെ കണ്ട് ഒറ്റയ്ക്ക് ഒന്നും ആകില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവനാണ് പറഞ്ഞത് അമ്മ കൂട്ടു പറഞ്ഞാൽ മതി, ഞാൻ പാകം ചെയ്തോളാന്ന്. ശ്യാമള പറഞ്ഞു. എങ്ങനെയുണ്ട്? ശിവ പുരികമുയർത്തി ചോദിച്ചു. എൻ്റെ വക്കീലിന് പാചകത്തിൽ ഞാനൊരു ഭാവി കാണുന്നുണ്ട്. ഭാവിയിൽ കേസില്ലെങ്കിലും ഒരു ചായക്കട നടത്തിയെങ്കിലും ജീവിക്കാം. മൈഥിലി ചിരിച്ചു. ഹോ, അതെൻ്റെ ഭാവി ഭാര്യയ്ക്ക് ഒരു കുറച്ചിലായാലോ? ശിവ ചിരിച്ചു. എനിക്കൊരു കുറച്ചിലുമില്ല. മൈഥിലി ചെറിയ കൊട്ടി. മോളിരിക്ക്, ഞാൻ ചായ എടുക്കാം. വേണ്ട, അപ്പച്ചി ഇരുന്നോളൂ, ഞാൻ ചായ എടുക്കാം. മോളിനി ഇപ്പോഴൊന്നും തിരിച്ചു കാണില്ലല്ലേ? ശ്യാമള ചോദിച്ചു. ഇനി 6 മാസം കൂടിയല്ലേ ഉള്ളൂ. കഴിവതും വരവ് നടക്കില്ല അപ്പച്ചി. പറഞ്ഞത് ശ്യാമളയോടെയാണെങ്കിലും ശിവയുടെ മുഖത്ത് നിരാശ മൈഥിലി കണ്ടു. 6 മാസം എന്നുള്ളത് 6 ദിവസം പോലെ വേഗത്തിൽ കടന്നു പോകുമല്ലോ. മക്കളെ വിഷമിക്കേണ്ട, ശ്യാമള രണ്ടാളെയും നോക്കി പറഞ്ഞു. ഞാൻ കുളിച്ചിട്ട് വരാം, മോള് അപ്പോഴേക്ക് ചായ എടുക്ക്. ശ്യാമള പതിയെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ശ്യാമള തങ്ങൾക്ക് രണ്ടാൾക്കും സംസാരിക്കാൻ അവസരം കൊടുത്തതാണെന്ന് അവർക്ക് മനസ്സിലായി. ശിവേട്ടാ, നാളെ എന്നെ കൊണ്ടുവിടാൻ സ്റ്റേഷനിൽ വരണ്ട, മൈഥിലി പറഞ്ഞു. വരുന്നില്ല. ശിവ മൈഥിലിക്ക് മുഖം കൊടുത്തില്ല. ശിവേട്ടാ, പിണങ്ങാൻ പറഞ്ഞതല്ല. ശിവേട്ടനെ കണ്ട ഒരുപക്ഷെ എനിക്ക് തിരിച്ചു പോകാൻ തോന്നില്ല, അതുകൊണ്ടാണ്, മൈഥിലി പറഞ്ഞു. ശിവ മൈഥിലിയുടെ അടുക്കിലേക്ക് ചേർന്ന് നിന്നു. അമ്മ പറഞ്ഞു 6 മാസം 6 മണിക്കൂർ പോലെ പോകുമെന്നാണ്. എന്നാൽ എനിക്ക്
അത് 6 യുഗം പോലെയാണ് മൈഥിലി. ശിവയുടെ ശബ്ദം ഇടറാൻ തുടങ്ങിയപ്പോൾ മിലി ശിവയുടെ വായു കുത്തി. ഇനി ഒന്നും പറയില്ല ശിവേട്ട, വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ മനസ്സ് മൊത്തം ഇവിടെയാണ്. ശിവയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് മൈഥിലി തേങ്ങി. ശിവ മിലിയെ ചേർത്ത് പിടിച്ചു. എത്ര നേരം അവൾ ആ നിൽപ്പ് തുടർന്നു എന്ന് അവൾക്കറിയില്ല. കുളി കഴിഞ്ഞ് വന്ന് ശ്യാമള കണ്ടത് ഇറക്കി പുണർന്നു നിൽക്കുന്ന ശിവയെയും മൈഥിലിയെയുമാണ്. ശ്യാമള ഒന്ന് മുരടനക്കി. ശ്യാമളയെ കണ്ടതും അവർ പെട്ടെന്ന് വിട്ടുമാറിയിരുന്നു. ചായ ഇട്ടില്ല അല്ലേ? ശ്യാമള സ്റ്റവിലേക്ക് നോക്കിയിട്ടാണ് ചോദിച്ചത്. രണ്ടാളും ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ട് ശ്യാമള ചിരിച്ചു. മാറി നിൽക്ക്, ഞാൻ തന്നെ ചായ എടുക്കാം. അപ്പച്ചി, എനിക്ക് ചായ വേണമെന്നില്ല. കൊണ്ടുപോകാനുള്ളത് എല്ലാം എടുത്തു വെക്കണം, മൈഥിലി പറഞ്ഞു. മൈഥിലി ഇറങ്ങാൻ തുടങ്ങി. മോളെ, ഇതെല്ലാം നിനക്ക് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാക്കി വെച്ചതാണ്, ഇതുകൂടി കൊണ്ടുപോയിക്കോ. അമ്മേ, ഞാൻ അമ്മാവനെ കാണാൻ രാത്രി പോകുന്നുണ്ട്, അപ്പോൾ ഇത് കൊണ്ടുപോകാം, ശിവ മറുപടി പറഞ്ഞു. മൈഥിലി ഇറങ്ങി. മേഘ വിളിച്ചോ? വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയ മൈഥിലിയോട് ശിവ ചോദിച്ചു. പാലക്കാട് എത്തി എന്ന് പറഞ്ഞു വിളിച്ചിരുന്നു. നാളെ തന്നെ ജോയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്നാ പൊയ്ക്കോ, രാത്രി വീട്ടിൽ വരുമ്പോൾ കാണാം, ശിവ പറഞ്ഞു. ഓഫീസിലെത്തിയ മേഘ ചുറ്റും കണ്ണോടിച്ചു. എല്ലാവരും വന്നു തുടങ്ങുന്നതേയുള്ളൂ. 2 സീറ്റിനപ്പുറത്തെ ക്യാബിനിലേക്ക് നോക്കി. അത് ആദിയുടെ സ്പേസായിരുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റ് കണ്ടപ്പോൾ മേഘയുടെ മനസ്സ് കൊളുത്തി വലിച്ചു. കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് പതിയെ മെയിൽ നോക്കി. രാവിലത്തെ തിരക്കൊന്നൊഴിഞ്ഞപ്പോൾ മേഘ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ടീം ഹെഡിനെ കാണുവാനായി പോയി. ഗുഡ് മോർണിംഗ് സാർ. ക്യാബിൻ തുറന്ന് മേഘ വിഷ് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് കടന്നു. കിഷോർ കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ണെടുത്തു. ഹായ് മേഘ, മോർണിംഗ്. ഈ ആഴ്ച കൂടി തന്നെ കണ്ടില്ലെങ്കിൽ മെയിൽ അയക്കണം എന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. എന്തായാലും ജോയിൻ ചെയ്തത് നന്നായി. വെൽ, ഇവിടെ ഞാൻ കുറച്ച് റൂംമേറ്റ്സിനെ കണ്ടു. തൻ്റെ മാരേജ് നടന്നില്ലെന്ന് ശരിയാണോ? കിഷോർ മുന്നോട്ട് കൈകൾ ഊന്നിയിരുന്നുകൊണ്ട് ചോദിച്ചു. മേഘ ഒന്ന് പതറി. മാരേജ് നടന്നില്ല. അച്ഛന് പെട്ടെന്ന് സുഖമില്ലാതെയായി. അറ്റാക്കായിരുന്നു. അതുകൊണ്ട് ദിവസം നീട്ടിവെക്കാൻ തീരുമാനിച്ചു. ഓ, ഇസ് ഹി ഓക്കെ? യെസ്, വീട്ടിലുണ്ട്, റെസ്റ്റാണ്. കിഷോർ ഒന്ന് ചിരിച്ചു. താൻ പറഞ്ഞത് അയാൾ വിശ്വസിച്ചിട്ടില്ലെന്ന് മേഘയ്ക്ക് മനസ്സിലായെങ്കിലും അവൾ അത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. സാർ, ഞാൻ ഇപ്പോൾ വന്നത് ഒരു റിക്വസ്റ്റ് ആയിട്ടാണ്. ഞാൻ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. കഴിയുമെങ്കിൽ ബാംഗ്ലൂർ കിട്ടിയാൽ അതൊരു വലിയ ഹെൽപ്പായിരിക്കും. ബാംഗ്ലൂർ ഇല്ലെങ്കിൽ മുംബൈ ആയാലും മതി. കിഷോർ ഒന്ന് ആലോചിച്ചു. നമ്മളിപ്പോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് നോക്കാം. മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ തൻ്റെ ടീമിൽ ആദ്യം ലീവിലാണ്. 1 വീക്ക് എന്ന് പറഞ്ഞു പോയ കക്ഷി ഇതുവരെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ആദ്യ ഹെഡ് ഓഫീസിൽ തുടരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മെയിൽ അയച്ചു. അവിടെ നിന്ന് ഫോർവേഡ് ചെയ്ത മെയിൽ ഇപ്പോൾ എനിക്ക് കിട്ടിയതേയുള്ളൂ. ഈ ഒരു അവസ്ഥയിൽ ഞാൻ തൻ്റെ കാര്യം കൂടി അവതരിപ്പിക്കുന്നത് ബുദ്ധിയല്ല. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രൊജക്റ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാം. വെൽ, താൻ ആദ്യമായി നല്ല ക്ലോസ് ആയിരുന്നില്ലേ? എന്ത് കാരണത്താലാണ് അയാൾ റെസിഗ്നേഷൻ കൊടുത്തതെന്ന് തനിക്ക് വല്ല അറിവുണ്ടോ? കിഷോർ മേഘയെ ചുഴ്ന്നു നോക്കി. ഇവിടെ ഞാൻ കേട്ട റൂമർ എന്താണെന്ന് വെച്ചാൽ താൻ മാരേജ് ചെയ്യുന്നത് കൊണ്ടാണ് ആദ്യം ഇവിടെയൊന്നും പോകുന്നതെന്നാണ്. മേഘ കിഷോറിനെ രൂക്ഷമായി ഒന്ന് നോക്കി. മേഘയുടെ നോട്ടം കണ്ട് കിഷോർ ഒന്ന് പരുങ്ങി. സർ, ഈ റൂമേഴ്സിൻ്റെ പിന്നാലെ പോകാതെ ഓഫീസിലുള്ള കാര്യങ്ങൾ നോക്ക്. സ്റ്റാഫിനെ പേഴ്സണൽ കാര്യങ്ങൾ തലയിടാൻ പോലും ഇങ്ങനെ വല്ലതും കേട്ടെന്ന് വരും. അല്ല, സാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും മലയാളിയുടെ സ്വഭാവം കാണിക്കും. എൻ്റെ മര്യാദക്കാണ് ഞാൻ സാറിനോട് ട്രാൻസ്ഫറിൻ്റെ കാര്യം ചോദിച്ചത്. ഞാൻ ഇന്ന് തന്നെ ഹെഡ് ഓഫീസിലേക്ക് ഒരു മെയിൽ റിക്വസ്റ്റ് അയച്ചിരിക്കാം. ഇപ്പോഴത്തെ പ്രൊജക്റ്റ് കഴിയുമ്പോഴേക്കും എനിക്ക് ലീവ് ചെയ്യാമല്ലോ. മേഘ ക്യാബിനിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് നിന്നു. കിഷോർ സർ, ഇവിടെ കേട്ട റൂമേഴ്സ് കുറച്ചൊക്കെ സത്യമായിരുന്നു. ഞാനും ആദ്യം തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. ഇപ്പോഴല്ല. ആദ്യം ഇവിടെ നിന്ന് റിസൈൻ ചെയ്യുന്നതിന് കാരണം ഞാനാണെങ്കിൽ അയാളോട് ഇവിടെ തുടരാൻ സാർ മെയിൽ അയച്ചോളൂ. ഞാനിനി എന്തായാലും ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ട്രാൻസ്ഫർ തന്നില്ലെങ്കിലും ഞാനും രാജിവെക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. മേഘ ക്യാബിൽ നിന്ന് ഇറങ്ങിയതും തൻ്റെ നേരെ നടന്നു വന്ന ആദിയെയാണ് മേഘ കണ്ടത്. മേഘയെ കണ്ടതും ആദി സ്തബ്ധനായി നിന്നു. ആദിയെ കണ്ട് മേഘ ഒന്ന് പതറിയെങ്കിലും അയാളെ ഗൗനിക്കാതെ തൻ്റെ സീറ്റിലേക്ക് പോയി മേഘയിരുന്നു. ആദ്യ ക്യാബിനിലേക്ക് കയറി പോകുന്നതും അധികം വൈകാതെ ഇറങ്ങി വരുന്നതെല്ലാം മേഘ കണ്ടിരുന്നു. മേഘ ആദിക്ക് മുഖം കൊടുക്കാതെ കമ്പ്യൂട്ടറിൽ തന്നെ ശ്രദ്ധിച്ചു. മേഘ. ആദിയുടെ വിളി കേട്ട് മേഘ അയാളെ നോക്കി. എനിക്ക് തന്നോട് സംസാരിക്കണം. എനിക്ക് ആരോടും. മേഘയെ ആദി തടഞ്ഞു. നിന്റെ രോക്ഷം എനിക്ക് മനസ്സിലാവും. ഇവിടെ ഒരു സീനുണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യും. എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ നിന്നെ ഞാൻ വിടില്ല. മേഘ എന്തേലും പറയുന്നതിന് മുമ്പേ ആദ്യ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയി.